ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ സെറ്റ് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ട് എക്സാമ്പിൾ അതിനകത്ത് വീഡിയോ ഞാൻ ഇട്ടതിന്റെ കാര്യമാണ് പറയുന്നത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു, ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നത് പിന്നീട് ഞാൻ പറയാവുന്ന എക്സാമ്പിൾ 13 ആണത്. ഇൻ Z20 സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 8 and 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 4 മുതൽ 18 വരെയുള്ള എലമെന്റ്സ് ആണ് വരുന്നത്. അപ്പം 2 കൊണ്ട് അതിനെ ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇൻ ഇസഡിനകത്ത് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 8 and 13 എന്ന് പറയുന്നത് ഇസഡ് തന്നെയാണ്. ഇൻ D4നകത്ത് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ H and V, H2 V HV ഈക്വൽ ടു R0. അതായത് നമ്മുടെ D4ന്റെ ടേബിള് നോക്കുവാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും H2 V HV എന്ന് പറയുന്നത് എച്ചും വിയും ഉണ്ട്. ബാക്കിയുള്ള H2 എന്ന് പറഞ്ഞാൽ നമ്മുടെ റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷന്റെ ഓർഡർ 2 ആണ്. അതായത് റിഫ്ലക്ഷന്റെ സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി കിട്ടും. D4നകത്തിന്റെ ഐഡന്റിറ്റി R0 ആണ്. അപ്പൊ അതാണ് R0. പിന്നെ H×V എന്ന് പറയുന്നത് നമുക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടും, R180 ആണെന്നും കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ രണ്ട് എലമെന്റ്സിന്റെ സെറ്റ് ഫോം ചെയ്തതെന്നറിയോ? നമ്മൾ എച്ചിന്റെ വിയുടെയും സെറ്റ് ഫോം ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഈ എച്ചിന്റെ എല്ലാ പവറും എടുക്കണം, പിന്നെ അതിനെ വിയു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വിന്റെ പവറുകളും എടുക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് എച്ച് എടുത്തു, എച്ചും വിയും അതിനകത്ത് വരും, എച്ച് വി വരും, പിന്നെ H2 വരും. V2 എഴുതാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ V2 ഐഡന്റിറ്റി തന്നെയാണ്. അപ്പൊ H2 ഐഡന്റിറ്റി ആണ്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതുകൊണ്ട് അവിടെ V2 എഴുതാഞ്ഞത്. പിന്നെ ഈ എച്ചും വിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ഏതൊക്കെ എലമെന്റ്സ് ആണെന്നുള്ളതാണ് പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ട് മുകളിലത്തെ Z20 ആ ഒരു സെറ്റിന്റെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് താഴോട്ട് എഴുതിയിട്ടുണ്ട്. 8ഉം 14ഉം വെച്ച് ജനറേറ്റ് ചെയ്യുന്ന എലമെന്റ്സ്. അപ്പം അതിനകത്തിൽ വരുന്ന എലമെന്റ്സ് 8+14. 8+14 എന്ന് പറഞ്ഞാല് നമുക്ക് ആദ്യം നോക്കാം. 8ഉം 14ഉം അതിനകത്ത് വരും. പിന്നെ 8+14 നോക്കാം. നമുക്ക് 22 കിട്ടും. 22 എന്ന് പറയുന്ന Z20 ഏതാണ്? അഡിഷൻ മോഡിലോ 20 ആണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. അവിടുത്തെ ഓപ്പറേഷൻ അഡിഷൻ മോഡിലോ 20 ആണ്. അപ്പം 22 എന്ന് പറയുന്നത് Z20 അതിൽ 2 ആണ്. പിന്നെ 8+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. അപ്പൊ ഇപ്പൊ കിട്ടിയ 2ഉം പിന്നെ 8 അതിനകത്ത് വരുമെന്ന് പറഞ്ഞല്ലോ. 8 ആഡ് ചെയ്യണം. അപ്പം 10 കിട്ടും. പിന്നെ ഞാൻ ആ 10ഉം 2ഉം കൂടെ ആഡ് ചെയ്തു, 12 കിട്ടി. അപ്പൊ ഇത് ഇങ്ങനെ വരുന്ന എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 2, അതായത് ഇതിനകത്തിലുള്ള എല്ലാ ഈവൻ നമ്പേഴ്സും Z20 എല്ലാ ഈവൻ നമ്പേഴ്സും കിട്ടുന്നുണ്ട്. അപ്പൊ 2 കൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 2, 4, 6 അങ്ങനെ എല്ലാം കിട്ടും. അതായത് ഈ 2 എന്ന് പറഞ്ഞാൽ Z20 2 കൊണ്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവസാനം 18 വരെ എത്തിയിട്ട് പിന്നെ അടുത്ത എലമെന്റ് നോക്കുമ്പോൾ 0 ആയിരിക്കും കിട്ടുക. സെയിം സെറ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ 2 കൊണ്ട് നമുക്ക് ഇതിനെ ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് എലമെന്റ്സ് വെച്ച് ജനറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഇനി സം എലമെന്റ്സ് ഓഫ് 8 സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 8 and 13. അപ്പം 8ഉം 13ഉം അതിനകത്ത് വരും. പിന്നെ 8+13 എന്ന് പറയുന്നത് 21 ആണ്. 21 പിന്നെ ഇങ്ങനെ എല്ലാ എലമെന്റ്സും ഇതേപോലെ 13ന്റെ മൾട്ടിപ്പിൾസ് വരും, 8ന്റെ വരും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് Z തന്നെ ആയിരിക്കും കിട്ടുന്നത്. അല്ല എല്ലാ എലമെന്റ്സും കിട്ടും. ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 8 and 13 ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, താഴത്തത് ഇൻ D4 R90 V രണ്ട് എലമെന്റ്സ് ആണ് D4ലെ. അതുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ R90യുടെ എല്ലാ പവറുകളും എടുക്കുന്നു. R90യുടെ സ്ക്വയർ, R90⁻3, R90⁻4. പിന്നെ അപ്പോഴത്തേനും നമുക്ക് ഐഡന്റിറ്റി കിട്ടും. പിന്നെ വരുമ്പോ R90⁻4 എന്ന് പറയുമ്പോൾ നമുക്ക് R360 കിട്ടും. R360 തന്നെയാണ് R0 അഥവാ ഐഡന്റിറ്റി. പിന്നെ നമ്മൾ പവർ എടുക്കണ്ട. അടുത്തത് V ഉണ്ട്. അടുത്ത R90 × V, R90യുടെ സ്ക്വയർ × V, അതായത് R90 കൊണ്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. R90³ × V.
വിയുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ R0 കിട്ടും. R0 ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. R0 നേരത്തെ കിട്ടിയിട്ടുണ്ട്. R90⁴ ഐഡന്റിറ്റി സെയിം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വീണ്ടും വി സ്ക്വയർ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളതല്ല ഇതിനകത്ത് അവര് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് എഴുതി വെച്ചിരിക്കുക. നമുക്ക് D4-നകത്തിൽ 8 എലമെന്റ്സ് ഉണ്ടെന്ന് കിട്ടും. ഉണ്ടെന്നാ DN-നകത്ത് 2n എലമെന്റ്സ് ആണ് ഉള്ളതെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ D4-നകത്തിൽ 8 എലമെന്റ്സ് ആണ് ഉള്ളത്. ആ 8 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ഈക്വൽ ടു D4 തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ടെക്സ്റ്റിലെ ആണല്ലോ ഞാൻ ഇട്ടിരുന്നത്. അപ്പൊ അതിന്റെ നോട്ടാണേ. അതേപോലെ തന്നെ ഇതൊക്കെ ഇന്നലെ രാത്രി ഇട്ട റെക്കോർഡഡ് വീഡിയോയില് പറഞ്ഞ കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്. സൈക്ലിക് ഗ്രൂപ്പിന്റെ ചാപ്റ്റർ ആണ് 4th ചാപ്റ്റർ. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ആദ്യത്തെ 4 ചാപ്റ്റർ ചേർന്ന. അപ്പൊ അതിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് സൈക്ലിക് ഗ്രൂപ്പ്സ്. അപ്പൊ അതിലെ പ്രോപ്പർട്ടീസ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് ആണ് ഫസ്റ്റ് സെക്ഷൻ. അപ്പൊ ഈ ഗ്രൂപ്പ് G is called cyclic if there is an element A in G such that G is equal to set of all A raised to n such that n belongs to Z. അത് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഒരു ഗ്രൂപ്പിനെ സൈക്ലിക് എന്ന് എപ്പോൾ പറയുമെന്ന് നമ്മൾ ഇതിനു മുമ്പ് തന്നെ കണ്ടിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ്സിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു. അതിനെ തന്നെ കുറച്ച് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ്, എക്സാമ്പിൾസും റിസൾട്ട്സും ഒക്കെ ആണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കുക. അപ്പോൾ വളരെ നമുക്ക് ഉപകാരപ്പെടുന്ന ഗ്രൂപ്പുകളാണ് ഈ സൈക്ലിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു. അപ്പോൾ ഡെഫിനേഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ സൈക്ലിക് എന്ന് വിളിക്കണമെങ്കിൽ ജിയിലെ ഏതെങ്കിലും ഒരു എലമെന്റ് കൊണ്ട് നമുക്ക് ആ ഫുൾ സെറ്റിനെ തന്നെ ജനറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ജിനെ സൈക്ലിക് എന്ന് വിളിക്കും. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെ എഴുതാൻ സാധിക്കണം. സൈക്ലിക് ആണെങ്കിൽ G is equal to set of all A raised to n such that n belongs to Z. അപ്പം n belongs to Z എന്ന് പറയുമ്പോൾ ഇസഡിനകത്തില് 0 വരുന്നുണ്ട്, പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ജിയിലെ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ഇതേപോലെ A raised to n എന്ന് പറഞ്ഞ ഇൻഡിജർ ആണ്. ആ എയുടെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പവർ 0 ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ജിയിലെ എല്ലാ എലമെന്റ്സിനെയും റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ജിനെ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കും. സച്ച് ആൻ എലമെന്റ് ഈസ് കോൾഡ് ജനറേറ്റർ ഓഫ് ജി. അപ്പൊ അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ജിയുടെ ജനറേറ്റർ എന്ന് വിളിക്കും. വി ഇൻഡിക്കേറ്റ് ദാറ്റ് ജി ഈസ് എ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ബൈ റൈറ്റിംഗ് ജി ഈക്വൽ. അപ്പൊ അത് നൊട്ടേഷനിൽ നമ്മൾ എങ്ങനെയാണ് കാണിക്കുക? ജി ഈക്വൽ ടു സൈക്ലിക് ജനറേറ്റഡ് ബൈ എ എന്ന് നൊട്ടേഷനിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്. In this chapter we examine cyclic groups in detail and determine their important characteristics. We begin with a few examples. അപ്പൊ ഇതിനകത്തില് കുറച്ച് എക്സാമ്പിൾസ് ആദ്യമേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. The set of integers is under ordinary addition cyclic ആണ്. അപ്പൊ അതിനകത്തിലെ സൈക്ലിക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തിലെ ജനറേറ്റർ ഏതാണെന്ന് അറിയണം. എന്നാലേ നമ്മൾ ആദ്യമേ സൈക്ലിക് എന്ന് പറയുമ്പോൾ ജനറേറ്റർ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് സൈക്ലിക് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം സൈക്ലിക് ആണോ എന്ന് അറിയുന്നതിന് മുമ്പ് ജനറേറ്റർ ഉണ്ടോ എന്ന് അറിയണം. അപ്പൊ ഇതില് സൈക്ലിക് എന്ന് പറയുമ്പോൾ അതും പറയണം. ബോത്ത് 1 and -1 ആർ ജനറേറ്റേഴ്സ്. അപ്പൊ ഇസഡ് അണ്ടർ ഓർഡിനറി അഡിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ജനറേറ്റേഴ്സ് 1ഉം -1ഉം ആണ്. അപ്പൊ ഇതിലെ എല്ലാ എലമെന്റ്സിനെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ നേരത്തെ പറഞ്ഞ പോലെ A raised to n ഫോമിൽ എഴുതാൻ സാധിക്കണം. അപ്പൊ ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡിഷൻ ആണ്, ഓർഡിനറി അഡിഷൻ ആണ്. അപ്പൊ നമ്മൾ A raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ n into a ഫോം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ്സിന്റെ ഓപ്പറേഷൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ A raised to n എന്ന് പറഞ്ഞാൽ A into A into A into A അങ്ങനെയാണ്. ഈ അഡിഷൻ ആണെങ്കിൽ A raised to n എന്ന് ഉദ്ദേശിക്കുന്നത് n into a ആണ്. n എന്ന് പറയുന്നത് ഇൻഡിജർ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇസഡിന്റെ ഏതൊരു എലമെന്റിനെയും നമുക്ക് ഇപ്പൊ 1 raised to n കൊണ്ട് കാണിക്കാൻ സാധിക്കണം. 1 raised to n ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയണം അല്ലെ? ഇപ്പൊ 1 raised to n എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ പോസിറ്റീവ് ഇൻഡിജേഴ്സും അതിനകത്തുനിന്ന് കിട്ടും ഇസഡിനകത്തില്. അപ്പൊ അത് ചെയ്യുന്നത് 1 + 1 + etc. 1 n ടൈംസ് ഉണ്ടായിരിക്കും. അപ്പൊ n കിട്ടും. ഇപ്പൊ 2 ആണെങ്കിൽ 1 + 1 അങ്ങനെ കാണിക്കാം നമുക്ക്. ഇനി ഈ 1 raised to n എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് ഇൻഡിജറും ആകാമല്ലോ. അപ്പൊ നെഗറ്റീവ് ഇൻഡിജർ ആകുമ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യും? നമ്മള് -n ടൈംസ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പം മോഡ് n ടേംസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 raised to -2 അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇവിടെ രണ്ട് ടേംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പകരം 1ന് പകരം -1 ആഡ് ചെയ്യുക. -1 + -1. ഈ -1 2 പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -2 ആണ്. അപ്പൊ -2നെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, when n is negative. അപ്പോൾ ഈ 1/n എന്ന് പറഞ്ഞാലും n എന്ന് പറയുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആകാം. അതേപോലെ -1/n വെച്ചിട്ട് നമുക്ക് എല്ലാ എലമെന്റ്സിനെയും റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. 1ഉം -1ഉം ആണ് ഇസഡിന്റെ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. Example 2, the set Zn is equal to 0, 1, etc. up to n-1 for n greater than or equal to 1 is a cyclic group under addition modulo n. Again, അപ്പോൾ ഇവിടെയും Zn ആണ്. Zn-നകത്തില് ഓപ്പറേഷൻ നമുക്കറിയാം, അഡിഷൻ മോഡുലോ n ആണ് നമുക്കറിയാം. അപ്പോൾ അതിൽ 1 എന്ന് പറയുന്ന ഒരു ജനറേറ്റർ ആണ് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. 1, 1 + 1, 1 + 1 + 1 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ എലമെന്റ്സും അതിൽ കിട്ടുമല്ലോ. പിന്നെ മറ്റൊരു ജനറേറ്റർ എന്ന് പറയുന്നത് -1 ആണ്. -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, -1 എന്ന് പറഞ്ഞാൽ ഇസഡനിലെ നമുക്ക് എന്ത് എലമെന്റ് ആയിട്ടാണ് കിട്ടുക, എന്നിന്റെ മൾട്ടിപ്പിൾ ആഡ് ചെയ്താൽ മതി ഇതിനകത്തിലെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം n ആഡ് ചെയ്യുന്നു. അപ്പൊ n-1 -1 എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് ടു n-1 ആണ് ഇൻ ഇസഡൻ. അപ്പൊ -1 ഇവിടുത്തെ ഒരു ജനറേറ്റർ ആണ്. അപ്പൊ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ നോക്കും, ഇപ്പം 2നെ എനിക്ക് എങ്ങനെ -1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. 2നെ 1 ഒരു ജനറേറ്റർ ആണെന്ന് പറഞ്ഞു, അപ്പൊ 2 × 1 എന്ന് എഴുതാം. ഈ -2 എന്ന് പറയുന്ന മറ്റൊരു എലമെന്റ് ഉണ്ട്, അതിനെ എങ്ങനെ നമ്മൾ കാണിക്കും, 2 × -1 എന്ന് എഴുതാം. ഇനി 1ന്റെ ഇതായിട്ട് കാണിക്കണമെങ്കിൽ -2നെ -2 × 1 എന്ന് കാണിക്കാം. അപ്പൊ -2 എന്ന് പറഞ്ഞാൽ n-ന്റെ സ്ഥാനത്താണ് വരുന്നത്. നേരത്തെ പറഞ്ഞ a⁻n-നകത്തിലെ ആ n-ന്റെ സ്ഥാനത്താണ് അന്നേരം -2 വരുന്നത്. -2 × 1 എന്ന് കാണിക്കാം. പിന്നെ -1ന്റെ ടേംസ് കാണിക്കാൻ 2 × -1 എന്ന് കാണിക്കാം. അങ്ങനെ. എക്സാമ്പിൾ 3, Z8. ഇപ്പൊ Z8ന്റെ ജനറേറ്റേഴ്സ് ആദ്യമേ തന്നിട്ടുണ്ട് 1, 3, 5, 7. ഇപ്പം ഒരു Zn ഉണ്ടെങ്കിൽ അതിലെ ജനറേറ്റർ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗം, അത് പിന്നീട് നമ്മൾ റിസൾട്ട് ആയിട്ട് പഠിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ Zn-നകത്തിൽ ആ n-ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആളുകൾ, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവണം. n-ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആൾക്കാരെല്ലാം ആ സെറ്റിനെ ജനറേറ്റ് ചെയ്യും. ഇപ്പൊ Z8 8ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത് ആരൊക്കെയാണ്, 1, 3, 5, 7. അപ്പൊ ഈ 4 പേരും Z8നെ ജനറേറ്റ് ചെയ്യും. To verify, for instance, that Z8 is equal to cyclic generated by 3, note that cyclic generated by 3 is equal to. അപ്പൊ നമുക്ക് നോക്കണം Z8 കിട്ടുന്നുണ്ടോ, ഈ 3 കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു Z8ന്റെ ജനറേറ്റർ കണ്ടുപിടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിപ്പം ടെക്സ്റ്റിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും, അപ്പൊ അതിൽ ഓരോ എലമെന്റും എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ആഡ് ചെയ്ത് കാണിക്കണം. ആഡ് ചെയ്ത് കിട്ടുന്നുണ്ട്, വെരിഫൈ ചെയ്യാനോ അങ്ങനെ കാണാൻ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ 3 വെരിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3യുടെ എല്ലാ പവർ നമുക്ക് പറയാം, എല്ലാ പവറുകളും നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ 3, 3 + 3, 3 + 3 + 3 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ Z8-നകത്തിലെ എല്ലാ എലമെന്റ്സും കിട്ടും. ഈസ് ദ സെറ്റ് 3 + 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. 3 + 3 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 9 ആണ് കിട്ടുക. 9 എന്ന് പറയുന്ന Z8-നകത്ത് 1 ആണ്. ഒന്നുകൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. ഒന്നുകൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 10 എന്ന് പറഞ്ഞാൽ Z8-നകത്ത് 2 ആണ്. ഒന്നുകൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ഒന്നുകൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. 8 എന്ന് പറഞ്ഞാൽ Z8-നകത്ത് 0 ആണ്. ഇത് ഈക്വൽ ടു Z8 ആണ്. Thus 3 is a generator of Z8. അപ്പൊ 3യുടെ എല്ലാ ഇതും എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, Z8 കിട്ടി. സോ 3 എന്ന് പറയുന്നത് ഇവിടെ ഒരു ജനറേറ്റർ ആണ്. ഓൺ ദി അതർ ഹാൻഡ് 2 is not a generator. 2 ഒരു ജനറേറ്റർ അല്ല. 2 എന്തുകൊണ്ട് ജനറേറ്റർ അല്ലാത്തത്, 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസും നമ്മൾ എഴുതി നോക്കുന്നു. 2 അപ്പൊ ആദ്യമേ 0 എങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ലാസ്റ്റ് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ അത് അവർക്ക് കിട്ടുന്ന അറിയാവുന്നതുകൊണ്ട് ആദ്യമേ 0 എഴുതി. 2, 4, 6, 8 കിട്ടുമ്പോൾ അതെന്തായി മാറും, Z8-നകത്ത് 0 ആണ്. അതാണ് ആദ്യമേ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് Z8 കിട്ടിയിട്ടുണ്ടോ, ഇല്ല, Z8 കിട്ടിയിട്ടില്ല. ഇവിടെ 4 എലമെന്റ്സേ കിട്ടിയിട്ടുള്ളൂ. Z8-നകത്തിൽ 8 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ 2 is not a generator. ഓക്കെ, അപ്പൊ ഇനി അടുത്ത എക്സാമ്പിൾ 4 ആണ്. U of 10. U of 10 നമ്മൾ കണ്ടതാണ്, യൂണിറ്റ്സ് ഇൻ Z10 അതിലെ യൂണിറ്റ്സ് ആണ് U of 10-നകത്ത് വരുന്നത്. 1379 ആണ് U of 10-ലെ ആൾക്കാര്. അപ്പൊ അതിലെ ജനറേറ്ററിനെ കണ്ടുപിടിക്കാൻ പോവാം. ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഇതിനകത്തില് 1, 3 4 എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ അതിലെ ഏതെങ്കിലും ഒക്കെ 1 ജനറേറ്റർ ആവുമോ, ഇല്ല. 1 വെച്ച് നമ്മൾ പവർ എടുക്കുമ്പോൾ എപ്പോഴും 1 തന്നെ കിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള 3, 7, 9 എടുത്ത് അതിന്റെ എല്ലാ പവറുകളും കണ്ടുപിടിച്ചിട്ട് മോഡ് 10 കൊടുക്കണം. മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ 10 ആണ് ഓപ്പറേഷൻ.
അപ്പൊ മോഡ് 10 നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 എന്ന് പറഞ്ഞാൽ 3⁻0 ആണ്, അടുത്ത 3⁻1, അടുത്ത 3 ക്യൂബ്. അത് എന്തിനാ ഈ ഓർഡർ തെറ്റിച്ച് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 1379 എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പൊ 3യുടെ ഏത് പവർ ആണ് ഇതിനോട് ഈക്വൽ എന്ന് അറിയാൻ വേണ്ടിട്ട് എഴുതിയിരിക്കും. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ 3⁻0 ആണ്, 3 എന്ന് പറഞ്ഞാൽ 3⁻1, അടുത്തത് 7 എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ക്യൂബ് എടുക്കുമ്പോഴാണ് കിട്ടുന്നത്. 3 ക്യൂബ് എടുക്കുമ്പോൾ 27 കിട്ടും. 27 മോഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡ് 10 ആകുമ്പോൾ അത് 7 ആണ്. അടുത്തത് 3 സ്ക്വയർ എടുക്കുമ്പോഴാണ് നമുക്ക് 9 കിട്ടുന്നത്. അപ്പൊ അത് ആ ഓർഡറിൽ എഴുതിയിരിക്കുകയാണ്. which is equal to cyclic generated by 3. അടുത്തത് ഇത് തന്നെ നമുക്ക് 7 വെച്ചും ജനറേറ്റ് ചെയ്യാൻ പറ്റും. 7⁻01 ആണ്. 7 ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് 3 കിട്ടും. പിന്നെ 7⁻17, 7 സ്ക്വയർ 49 ആണ്. 49 മോഡ് 10 ഈസ് 9 ആണ്, ഈക്വൽ ടു cyclic generated by 3. അപ്പൊ ഈ u of 10 നമുക്ക് cyclic generated by 3 എന്നും cyclic generated by 7 എന്നും നമുക്ക് കിട്ടും. ഇപ്പൊ 2 ജനറേറ്റേഴ്സ് ഇവിടെ ഉണ്ട്. So both 3 and 7 are generators for u of 10. അപ്പം നമ്മളിപ്പോ സൈക്ലിക് ഗ്രൂപ്പ്സിന്റെ എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനറേറ്റേഴ്സ് ആവുന്നതും ജനറേറ്റേഴ്സ് അല്ലാത്തതും എല്ലാം കണ്ടു. ഇനി അടുത്തത് ഒരു സൈക്ലിക് അല്ലാത്ത ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ ആണ്. u of 8 is not a cyclic group. ഇപ്പൊ u of 8, u of n എപ്പോഴും സൈക്ലിക് ആവത്തില്ല. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട u of 10 ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ് നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് കിട്ടിയത്? നമുക്ക് അതിന്റെ ജനറേറ്റേഴ്സ് കിട്ടി. ഇപ്പൊ ഇവിടെ u of 8 സൈക്ലിക് ആണോ എന്ന് നോക്കാം. u of 8ലെ എലമെന്റ്സ് ആദ്യം എഴുതുന്നു. ബട്ട് 1 കൊണ്ട് ജനറേറ്റ് ചെയ്താൽ സെറ്റ് 1 കിട്ടുള്ളൂ. 3 കൊണ്ട് ജനറേറ്റ് ചെയ്താൽ 3ഉം 1ഉം ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. 5 കൊണ്ട് ജനറേറ്റ് ചെയ്താൽ 5ഉം 1ഉം ഉണ്ടാവുള്ളൂ. 7 കൊണ്ട് ജനറേറ്റ് ചെയ്താൽ 7ഉം 1ഉം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഫുൾ സെറ്റ് ആരെ കൊണ്ടും ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു ജനറേറ്റർ ഇല്ല. അതുകൊണ്ട് ഇതെന്തല്ല, ഒരു സൈക്ലിക് ഗ്രൂപ്പ് അല്ല. സോ u of 8 not equal to cyclic generated by a for any a in u of 8. Next is theorem 4.1. Criterion for a raised to a is equal to a raised to j. അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ അത് തിയറം 4.1 ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഞാൻ റെക്കോർഡഡ് വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് പറയൂ. അഭിമന്യു എം പി ഉണ്ടോ? അഭിമന്യു എം പി. ഓക്കെ, അഭിമന്യു അല്ലല്ലോ ഇപ്പൊ സംസാരിച്ചേ. പക്ഷെ അഭിമന്യുന്റെ ഇവിടെ മ്യൂട്ടായിട്ടാ കാണിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. അഫ്ലഹ സാലിഹ്, അഫ്ലഹ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഉണ്ടോ ഇന്നലത്തെ? ഓക്കെ, അപ്പൊ അതിനകത്ത് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ, എന്നാ ഞാനിത് പറഞ്ഞേക്കാം. തിയറം 4.1 ക്രൈറ്റീരിയൻ ഫോർ a raised to i is equal to a raised to j. അപ്പൊ സൈക്ലിക് ഗ്രൂപ്പിന്റെ കാര്യമാണ് പറയുന്നത്. a raised to i is equal to a raised to j ആവുന്നത് എപ്പോഴാണ്? ലെറ്റ് g be a group and let a belong to g. A belongs to g. If a has infinite order, then a raised to I is equal to a raised to j if and only if I is equal to j. If a has finite order, say n, then cyclic generated by a is equal to e a square etc. a raised to n minus 1 and a raised to is equal to a raised to j if and only if n divides I minus j. അപ്പൊ ഇതെല്ലാം കൂടെ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ട് നമ്മൾ ഓരോരോ സെന്റൻസ് ആയിട്ട് നോക്കിയാൽ മതി. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, മൊത്തത്തിൽ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ആണ്. അപ്പൊ മൊത്തത്തിൽ ഒരുമിച്ച് നോക്കണ്ട, ഓരോരോ സെന്റൻസ് ആയിട്ട് നോക്കാം. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് ലെറ്റ് എ ബിലോങ് ടു ജി. അപ്പൊ ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒരു എലമെന്റ് ഉണ്ട്, എ എന്ന് പറയുന്നത്. എക്ക് ഇൻഫിനിറ്റ് ഓർഡർ ആണെങ്കിൽ രണ്ട് കേസ് ആയിട്ടുണ്ട് ഇതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന, രണ്ട് കേസ് ആയിട്ട്, ഒന്ന് ഇൻഫിനിറ്റ് ഓർഡറിൻ്റെതും ഒന്ന് ഫൈനൈറ്റ് ഓർഡറിൻ്റെതുമാണ്. ഇഫ് എ ഹാസ് ഇൻഫിനിറ്റ് ഓർഡർ, എക്ക് ഇൻഫിനിറ്റ് ഓർഡർ ഉണ്ടെങ്കിൽ then a raised to i is equal to a raised to j if and only if i equal to j. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയുടെ ഓർഡർ ഇൻഫിനിറ്റ് ആണെങ്കിൽ അത് നമ്മളിങ്ങനെ പവർ എടുത്ത് പോകുമ്പോഴേ ഓരോ സ്റ്റേജിലും നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും കിട്ടുന്നത്.
ഏതെങ്കിലും ഒരിടത്ത് വെച്ച് ഇത് ഈക്വൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അറിയാം, അതിനുശേഷം പിന്നെ എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരും. ഒരിക്കലും ഇൻഫിനിറ്റ് നമ്പർ നമുക്ക് കിട്ടത്തില്ല. ഇഫ് എ ഹാസ് ഫൈനൈറ്റ് ഓർഡർ സേ n, അപ്പൊ എക്ക് ഫൈനൈറ്റ് ഓർഡർ ആണെങ്കിൽ then cyclic generated by a is equal to a square etc a raised to n minus 1. അപ്പം a കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ നമുക്ക് ഉണ്ടാവുക a സ്ക്വയർ എക്സെട്ര a raised to n minus 1 അത്രയും എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് a raised to i is equal to a raised to j. ഈ കേസിൽ ഇത് ഈക്വൽ ആവുന്നത് if and only if n divides i minus j. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇഫ് a has infinite order, അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് infinite ഓർഡറിന്റെ കേസാണ്. ഇഫ് a has infinite order, there is no non-zero integer n such that a raised to n is the identity. അപ്പൊ ഇൻഫിനിറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ആ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്കറിയാം a raised to n equal to ഐഡന്റിറ്റി ആവുന്ന ഒരു ഇന്റിജർ പോലും നമുക്ക് നോൺ സീറോ ഇന്റിജർ n പോലും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ ഇൻഫിനിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി since a raised to i is equal to a raised to j implies, ഇതിനെ നമുക്ക് a raised to a raised to j എന്ന് എഴുതിയതിനെ രണ്ട് സൈഡിൽ a raised to minus j കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഒരേ സൈഡിൽ. അപ്പോൾ നമുക്ക് a raised to i into a raised to minus j is equal to a raised to j into a raised to minus j equal to a raised to j minus j equal to a raised to j minus j എന്ന് പറഞ്ഞാൽ a raised to 0 0 ഐഡന്റിറ്റി ആണ്. വി മസ്റ്റ് ഹാവ്, ഇപ്പൊ എന്താണ് ലെഫ്റ്റ് സൈഡിൽ എന്താ കിട്ടിയിരിക്കുന്നത്, a raised to i minus j എന്ന് പറയുന്ന ഐഡന്റിറ്റി ആയി. പക്ഷേ എക്ക് ഇൻഫിനിറ്റ് ഓർഡർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ i minus j എന്ന് പറഞ്ഞാൽ 0 ആയല്ലേ പറ്റുള്ളൂ. കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പറിന് a raised to n equal to ഐഡന്റിറ്റി ആയാൽ എക്ക് ഫൈനൈറ്റ് ഓർഡർ ആണെന്ന് കിട്ടും. പക്ഷെ എക്ക് ഇൻഫിനിറ്റ് ഓർഡർ ആണ്. അതുകൊണ്ട് i minus j എന്ന് പറയുന്ന ഒരിക്കലും ഒരു നോൺ നെഗറ്റീവ് നമ്പർ ആവത്തില്ല. അതുകൊണ്ട് i minus j 0 ആണ്. ഇംപ്ലൈസ് i is equal to j ആണ്. ഫസ്റ്റ് സെന്റൻസ് അതായിരുന്നു. ഫെനോലീഫ് തന്നെ കിട്ടും നമുക്ക്. ഫെനോലീഫ് തന്നെയാണ് കിട്ടുക. Thus the first statement is of the theorem is proved. Now assume that, ഇനി അടുത്തത് if a has finite order say n, ഇപ്പൊ എക്ക് ഫൈനൈറ്റ് ഓർഡർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഓർഡർ ഓഫ് a is equal to n ആണെന്ന് വിചാരിക്കുക. then നമുക്ക് we will prove cyclic generated by a എന്ന് പറഞ്ഞ ഈ a മുതൽ a raised to n വരെ ഉള്ളവരാണ് ഇതിനകത്ത് ഉള്ളതെന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, certainly ഇപ്പൊ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഈ a മുതൽ a raised to n വരെയുള്ള എലമെന്റ്സ് ഉറപ്പായിട്ടും എവിടെ വരുന്നുണ്ട്, ഈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ എക്കകത്തിൽ ഇവരെല്ലാവരും വരുന്നുണ്ട്. കാരണം a കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിനകത്ത് എയുടെ എല്ലാ പവറുകളും വരും. അതേപോലെ എയുടെ a raised to n ഐഡന്റിറ്റി ആണ്. അതുകൊണ്ട് ഈ അതിനകത്ത് വരുന്നുണ്ട്. ഇത്രയും ആൾക്കാർ ഇതിനകത്ത് വരും. അപ്പൊ ഈ ഗ്രൂപ്പ് ഇത് തന്നെയാണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇതിൽ കൂടുതലല്ലാതെ വേറൊരു പവറും ഇതിനകത്ത് വരുന്നില്ല എന്ന് കാണിക്കണം. Now suppose that a raised to k is an arbitrary member of cyclic generated by a. ഇപ്പോ ഇതിനകത്ത് വേറെ ആൾക്കാരൊന്നും ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ആർബിട്രറി മെമ്പറിനെ നമ്മൾ ഇതിനകത്ത് നിന്ന് എടുക്കുകയാണ്. എയുടെ ഗ്രൂപ്പിനകത്ത് നിന്ന് ആർബിട്രറി മെമ്പർ ആയി a raised to k നെ എടുക്കുന്നു. By the division algorithm, there exists integers q and r such that, ഡിവിഷൻ അൽഗോരിതം ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാണ്. ഇപ്പോ n കൊണ്ട് നമ്മൾ ഈ k നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോഷ്യന്റ് ക്യൂവും ഒരു റിമൈൻഡർ ആറും കിട്ടും. വിത്ത് 0 ലെസ് ദാൻ ഒരു r ലെസ് ദാൻ n. അങ്ങനെ ആയിരിക്കും ആറിന്റെ കണ്ടീഷൻ. then a raised to k equal to a raised to n q into n plus r equal to a raised to qn into a raised to r എന്ന് എഴുതാം. ഇതിനെ equal to a raised to n the whole raised to q into a raised to r എന്ന് എഴുതാം. equal to, ഇനി എയുടെ ഓർഡർ എന്ന് പറയുന്ന ഐഡന്റിറ്റി ആയതുകൊണ്ട് അതിനെ e into e ആണ് a raised to n. അപ്പൊ e raised to q e തന്നെയാണ് into a raised to r is equal to a raised to r ആണ്. അപ്പൊ a raised to k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് കിട്ടി, a raised to r എന്ന് കിട്ടി. r എന്താണ്, 0 മുതൽ ലെസ് ദാൻ n ആണ്. അപ്പൊ 0 മുതൽ n മൈനസ് 1 വരെയുള്ള ഏതോ ഒരു പവർ ആണ് r. അപ്പൊ a raised to k എന്ന് പറയുന്ന എവിടെ ഉള്ള ആള് തന്നെയാണ് ഈ a സ്ക്വയർ മുതൽ a raised to n മൈനസ് 1 വരെയുള്ള ആ ഒരു സെറ്റിന് അതിലെ ഏതോ ഒരെണ്ണമാണ്. സോ അപ്പൊ സൈക്ലിക് ജനറേറ്റഡ് ബൈ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, വേറെ എലമെന്റ്സ് ഒന്നും അതിനകത്തില്ല. അപ്പൊ അത് അടുത്തായിരുന്നു നമുക്ക് അടുത്ത പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് പ്രൂവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫൈനൈറ്റ് ഓർഡർ. ഇപ്പൊ a raised to i is equal to a raised to j if and only if n divides i minus j. അതാണ് കാണിക്കേണ്ടത് ലാസ്റ്റ്. നെക്സ്റ്റ് assume that a raised to i is equal to a raised to j and prove that n divides i minus j എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, a raised to i is equal to a raised to j ആണെങ്കിൽ n divides i minus j. ഫൈനൈറ്റ് കേസിലാണ്. We know that a raised to i is equal to a raised to j ആണെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച പോലെ a raised to i minus j is equal to e എന്ന് നമുക്ക് എഴുതാം. Again by the division algorithm, there are integers q and r such that i minus j is equal to q into n plus r.
വിത്ത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ n ഇതെല്ലാം തൊട്ട് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് a raised to I minus j is equal to a raised to qn plus r എന്ന് എഴുതാം. ആൻഡ് therefore a raised to I minus j എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ആണല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ e and therefore e is equal to a raised to I minus j equal to a raised to qn plus r equal to split ചെയ്യാം a raised to n the whole raised to q into a raised to r equal to a raised to n എന്ന ഐഡന്റിറ്റി ആണ്. e raised to q into a raised to r equal to e into a raised to r equal to a raised to r. അപ്പോൾ എന്തായി? ഇങ്ങേ അറ്റത്ത് e അങ്ങേ അറ്റത്ത് a raised to r. അപ്പോൾ a raised to r എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ആണെന്ന് കിട്ടി. ഈ r ന്റെ വാല്യൂ ലെസ് ദാൻ n ആണ്. a ന്റെ ഓർഡർ n ആണ് നമ്മളോട് തന്നിട്ടുണ്ട്. അപ്പോ n ഓർഡർ ഉള്ള ഒരു എലമെന്റിന് അതിലും താഴെ ഒരു പോസിറ്റീവ് പവർ എടുക്കുമ്പോൾ ഐഡന്റിറ്റി കിട്ടത്തില്ല. കാരണം ഓർഡർ എന്ന് പറഞ്ഞാൽ തന്നെ ഐഡന്റിറ്റിനെ തരുന്ന ഏറ്റവും ചെറിയ പവർ ആണ്. ഓക്കെ, അപ്പൊ എന്നിനും താഴെ ഒരു പവർ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ r equal to 0 ആയേ പറ്റുള്ളൂ. സിൻസ് n is the least positive integer such that a raised to n is the identity, we must have r is equal to 0 നമുക്ക് കിട്ടണം. So that n divides I minus j. അപ്പൊ r is equal to 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? നമുക്ക് ഈ I minus j is equal to q into n എന്ന് കിട്ടും. അപ്പൊ എന്റെ അർത്ഥം എന്താണ്? n divides I minus j എന്നല്ലേ? I minus j is equal to q into n എന്ന് പറഞ്ഞാൽ n ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി. അതായത് n divides I minus j ആണെന്ന് കിട്ടി. കോൺവേഴ്സ്ലി തിരിച്ച് I minus j is equal to ഒരു n ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എഴുതുന്നു. n into q നമ്മൾ എഴുതുന്നു. Then a raised to I minus j equal to a raised to n into q is equal to e raised to q. കാരണം a raised to n ന്റെ മൾട്ടിപ്പിൾ വന്ന ഐഡന്റിറ്റി ആണല്ലോ. അപ്പൊ e raised to q is equal to e എന്ന് കിട്ടും. അപ്പൊ a raised to I minus j is equal to e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a raised to I is equal to a raised to j ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഞാൻ റെക്കോർഡഡ് വിട്ടിട്ടുണ്ട് ഇതിന്റെ. അങ്ങനെ ആ തിയറം കഴിഞ്ഞു. കൊറോളറി ആണ്. Corollary 1, order of A is equal to order of cyclic generated by A. അപ്പൊ അതിന് പ്രത്യേകിച്ച് പ്രൂഫ് ഒന്നും ഇല്ല. എയുടെ ഓർഡർ എത്ര ആണോ അത്രയും എലമെന്റ്സ് തന്നെയാണ് ഈ സൈക്ലിക് ജനറേറ്റ് ബൈ എയിലുള്ളത്. കാരണം നമ്മൾ ഈ തൊട്ട് മുമ്പ് പഠിച്ച തിയറത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് സൈക്ലിക് ഇപ്പൊ എയുടെ ഓർഡർ n ആണെങ്കിൽ സൈക്ലിക് ജനറേറ്റ് ബൈ എയ്ക്കകത്തിൽ വരുന്ന ആളുകൾ ഏതൊക്കെയാണ് നമ്മൾ തൊട്ട് മുമ്പ് എഴുതി വെച്ചു. ഈ എ സ്ക്വയർ അങ്ങനെ a raised to n minus 1 വരെ ഉള്ളവരാണ് അതിനകത്ത് വരിക. അപ്പൊ എന്ന് പറഞ്ഞാൽ എത്ര പേരാ വരിക? n ആൾക്കാരാണ് വരുന്നത്. For any group element A, order of A is equal to order of cyclic generated by A. That's the statement. Corollary 2, A raised to K is equal to identity implies that order of A divides K. അപ്പോ ഇതൊരു കൊറോളറി ആയിട്ട് കിടക്കുന്നെങ്കിലും ഈ റിസൾട്ടുകളെല്ലാം ഓർത്തിരിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു പവറിന് നമുക്ക് ഐഡന്റിറ്റി കിട്ടി, A raised to K is equal to identity കിട്ടിക്കഴിഞ്ഞാൽ എയുടെ ഓർഡർ ആണ് ഈ K എന്ന് പറയാൻ പറ്റത്തില്ല. ഓർഡർ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി തരുന്ന ഏറ്റവും ചെറിയ പവറാണ്. അപ്പോ ഏതെങ്കിലും ഒരു പവറിന് a raised to k equal to identity ആയാൽ order of A divides k എന്നാണ് കൊറോളറി പറയുന്നത്. Let capital G be a group and let A be an element of order n in G. G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആണ്. A എന്ന് പറഞ്ഞാൽ എലമെന്റ് ഓഫ് ഓർഡർ n ആണ് in G. If A raised to k is equal to identity അങ്ങനെയാണെങ്കിൽ n divides k. അത് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. നോക്കാം അതിന്റെ പ്രൂഫ് നോക്കാം. Since A raised to k is equal to identity equal to A raised to 0 നമുക്ക് എഴുതാം. We know by theorem 4.1 that n divides k minus j. ഇത് എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ A raised to I is equal to A raised to j ആണെങ്കിൽ n divides I minus j എന്ന് തൊട്ട് മുമ്പ് പഠിച്ചായിരുന്നു. അപ്പൊ A raised to k equal to e ആണെങ്കിൽ അതിനെ equal to A raised to 0 നമുക്ക് എഴുതാം. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് theorem 4.1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ n divides ഐയും ജെയും കെയും 0 ആയിട്ട് എടുക്കുക. k minus 0 എന്ന് കിട്ടും. അപ്പൊ n divides k എന്ന് കിട്ടും. Theorem 4.1 and its corollaries for the case order of A is equal to 6 are illustrated below. Theorem 4.1 ഉം അതിന്റെ എക്സാമ്പിൾ ആണ്. അത് ഒരു ഓർഡർ ഓഫ് A 6 ആവുന്ന ഒരു കേസ് വെച്ചിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. Theorem 4.1 says that multiplication in cyclic generated by A is essentially done by addition modulo n. അപ്പോൾ ഈ സൈക്ലിക് ജനറേറ്റഡ് ബൈ എയ്ക്കകത്തിലെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് എലമെന്റ്സ് A raised to I A raised to J ഉണ്ട്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ എങ്ങനെ വരുമെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അഡിഷൻ മോഡിൽ തന്നെ ഉപയോഗിക്കണം. ദാറ്റ് ഈസ് ഇഫ് I plus J മോഡ് n എന്ന് പറഞ്ഞാൽ k ആണെങ്കിൽ A raised to I into A raised to J equal to A raised to k ആയിരിക്കും. മനസ്സിലായോ? എയുടെ ഓർഡർ n ആണെങ്കിലാണ് ഈ പറയുന്നത്. എയുടെ ഓർഡർ n ആണെങ്കിൽ എയിലെ ഏതെങ്കിലും രണ്ട് എലമെന്റ്സ് എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ A raised to I A raised to J എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I plus J എന്ന് പറയുന്നത് മോഡ് n എടുത്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്.
then a raised to I into a raised to j is equal to a raised to k ആണ്. Thus, no matter what group G is or how the elements A is chosen, multiplication in cyclic generated by A works the same as addition in Z whenever order of A is equal to H. Similarly, if A has infinite order ആണ് എളുപ്പമാണ്. അവിടെ മോഡുലോ n ഒന്നും എടുക്കണ്ട. A raised to I to a raised to j എന്ന് പറഞ്ഞാൽ a raised to I plus j തന്നെ ആയിരിക്കും. And no modular arithmetic is done. അപ്പോൾ ഇതിലവിടെ ഓർഡർ 6 വരുന്നതിന്റെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈക്ലിക് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമെന്നായി കാണിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ a raised to 0 തന്നെയാണ് a raised to 6 ഉം പിന്നെ 6ന്റെ എല്ലാ മൾട്ടിപ്പിൾസും വരുന്നത് ഒരേ എലമെന്റിൽ തന്നെയായിരിക്കും. അതിന്റെ നെഗറ്റീവ് പവർ എടുത്താലും -6 a raised to -12 ഇതെല്ലാം ഒരേ എലമെന്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. അതിന്റെ താഴെ a raised to 5 പിന്നെ a raised to 4 a cube a square. ഇതിലെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള a raised to 0 പിന്നെ a raised to 0 ലെഫ്റ്റ് നോക്കാം. a square a cube a raised to 4 a raised to 5 a raised to 6 കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ കറങ്ങി a raised to 7 a raised to 8 ഇത് തന്നെയാണ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാന്നായി കാണിച്ചിരിക്കുന്നത്. നമ്മള് സെയിം എലമെന്റ് കിട്ടാൻ അതായത് ഈ a raised to 6 ഓർഡർ ഉള്ള a ആണെങ്കിൽ അതിന്റെ ആ ഗ്രൂപ്പിനകത്ത് വരുന്നത് ഐഡന്റിറ്റി ഈ a സ്ക്വയർ മുതൽ a raised to 5 വരെയുള്ളവരാണല്ലോ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ ഇപ്പൊ a raised to 8 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൽ ഏതാന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? 8നെ മോഡുലോ 6 എടുത്താൽ മതി. മോഡുലോ 6 എടുക്കുമ്പോൾ 2 കിട്ടും. അപ്പൊ a സ്ക്വയർ തന്നെയാണ് a raised to 8. അപ്പൊ a raised to 10 എന്ന് പറഞ്ഞാൽ മോഡുലോ 6 എടുത്ത് പവറിന് മോഡുലോ 6 എടുത്തു കഴിഞ്ഞാൽ a raised to 4 നമുക്ക് കിട്ടും. അങ്ങനെ for these reasons the cyclic groups Zn and Z serve as prototypes for all cyclic groups. അപ്പോൾ ഈ Zn ഉം Z ഉം അതിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ Zn ഉം Z ഉം ആണ് ബേസിക് ആയിട്ടുള്ള സൈക്ലിക് ഗ്രൂപ്പ്സിന്റെ രണ്ട് മോഡൽസ്. പ്രോട്ടോടൈപ്സ് എന്ന് ഉദ്ദേശിക്കുന്ന രണ്ട് മോഡൽസ് ആണ് Zn ഉം Z ഉം ആണ്. ഈ രണ്ടെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ algebraists say that there is only one cyclic group of each order. What is mean by this is that although there may be many different sets of the form a raised to n such that n belongs to Z, there is only one way to operate on these sets. അപ്പോൾ ഇവിടെ സൈക്ലിക് ഗ്രൂപ്പ് ഫൈനൈറ്റ് ഓർഡർ ആണെങ്കിൽ ഇപ്പൊ n ഓർഡർ ഉള്ള ഒരു ഗ്രൂപ്പ് n ഓർഡർ ഉള്ള എല്ലാ സൈക്ലിക് ഗ്രൂപ്പ്സും Znനോട് ഐസോമോർഫിക് ആണ്. ഇൻഫിനിറ്റ് ഓർഡർ ആണെങ്കിൽ ആ സൈക്ലിക് ഗ്രൂപ്പ് ഇസഡുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും. അപ്പൊ ഇതിനകത്തുള്ള എലമെന്റ്സ് ഏതെന്നും നോക്കുന്നില്ല. ഓൾജിബ്രൈസ്റ്റുകൾ നോക്കുമ്പോ ഇതിനകത്തില് പ്രോപ്പർട്ടീസ് മാത്രം നോക്കുന്നു. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എലമെന്റ്സ് എത്ര എലമെന്റ്സ് ഉണ്ട്, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിന്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ഒന്നിനോട് മാത്രമായിട്ട് ഇങ്ങനെ പറയുന്നത്. മനസ്സിലായോ? എലമെന്റ്സ് മാറിക്കൊണ്ടിരിക്കാം, പക്ഷെ പ്രോപ്പർട്ടീസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബേസിക്കലി രണ്ട് സൈക്ലിക് ഗ്രൂപ്പ്സേ ഉള്ളൂ. ഒന്ന് Zn മറ്റൊന്ന് Z ആണ്. Algebraists do not really care what the elements of a set are. They care only about the algebraic properties of the set. That is the ways in which the elements of a set can be combined. The next theorem provides a simple method for computing order of a raised to k, knowing only order of a, and its first corollary provides a simple way to tell when cyclic generated by a raised to I is equal to cyclic generated by a raised to j. അപ്പം ഞാൻ ഈ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം സൈക്ലിക് ഗ്രൂപ്പ്സ് ഈ ലോകത്തുള്ള എല്ലാ സൈക്ലിക് ഗ്രൂപ്പ്സും ഫൈനൈറ്റ് ആയിട്ടുള്ളതെല്ലാം Znനോടും ഇൻഫിനിറ്റ് ആയിട്ടുള്ള എല്ലാവരും ഇസഡുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും. ഇപ്പൊ Zn എന്ന് പറയുമ്പോൾ ഓർഡർ മാറാം. ഇപ്പൊ 8 ഓർഡർ ഉള്ള എല്ലാ സൈക്ലിക് ഗ്രൂപ്പ്സും Z8 ഐസോമോർഫിക് ആയിരിക്കും. അപ്പം 6 ഓർഡർ ഉള്ള എല്ലാ സൈക്ലിക് ഗ്രൂപ്പ്സും Z6 ഐസോമോർഫിക് ആയിരിക്കും. മനസ്സിലായില്ലേ? Next is theorem 4.2. Cyclic generated by a raised to k equal to cyclic generated by a raised to GCD of n comma k, and order of a raised to k is equal to n by GCD of n comma k. Let A be an element of order n in a group. A എന്ന് പറയുന്ന എലമെന്റ് ഓർഡർ n ഉള്ള ഒരു ഗ്രൂപ്പ് എലമെന്റ് ആണ്. k എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ഇന്റിജർ ആണ്. Then cyclic group generated by a raised to k is equal to cyclic group generated by a raised to GCD of n comma k. And order of a raised to k is equal to n by GCD of n comma k എന്നാണ് തിയറം 4.2 പറയുന്നത്. ഓക്കെ, അപ്പോ
അപ്പൊ ഇതിനകത്ത് ഈ GCDF n, k ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ D എന്ന് വിളിക്കുന്നു. GCDF n, k നെ D എന്ന് വിളിക്കുന്നു. To simplify the notation, let D is equal to GCDF n, k and let k is equal to D into R. എന്താണെന്നറിയാമോ? D എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് n, k ആണ്. n നെയും k നെയും ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ നമ്പർ ആണ് ഈ D എന്ന് പറയുന്നത്. അപ്പൊ D ഡിവൈഡ്സ് k ആണ് ഇൻ പർട്ടിക്കുലർ, അല്ലെ? അപ്പൊ k നെ D into ഒരു നമ്പർ നമുക്ക് എഴുതാമല്ലോ, സിൻസ് D ഡിവൈഡ്സ് k. ഇനി സിൻസ് a raised to k is equal to, നമുക്ക് a raised to dr എന്ന് എഴുതാം, അതിനെ a raised to d the whole raised to r എന്ന് എഴുതാം. We have by closure that group generated by a raised to k is a subset of group generated by a raised to d. കാരണം എന്താ, a raised to d യുടെ ഒരു പവർ ആയിട്ട് നമ്മൾ a raised to k നെ റെപ്രസെന്റ് ചെയ്തു. അപ്പം a raised to d കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിനകത്ത് ഈ a raised to k യും വരും. അപ്പൊ പിന്നെ a raised to k കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാർ മുഴുവനും അതിനകത്ത് വരും. കാരണം ക്ലോഷർ പ്രോപ്പർട്ടി എന്നൊരു പ്രോപ്പർട്ടി ഗ്രൂപ്പിനുണ്ട്, അതിന്റെ എല്ലാ മൾട്ടിപ്പിൾസും എല്ലാ പവറുകളും വരും. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ബൈ തിയറം 0.2 എന്ന് പറഞ്ഞ ചാപ്റ്റർ 0 ഉണ്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനകത്ത്. അപ്പൊ അതിനകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് GCD തിയറം ആണ്. Here there are integers s and t such that d is equal to n into s plus k into t. അതെങ്ങനെയാ? D എന്ന് പറഞ്ഞാൽ GCDF n, k ആണെങ്കിൽ n ന്റെയും k യുടെയും GCD ആണ് D എങ്കിൽ നമുക്ക് D നെ n ന്റെയും k ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ കഴിയുന്ന രീതിയിൽ രണ്ട് ഇന്റിജേഴ്സ് s ഉം t ഉം ഉണ്ടായിരിക്കും എന്നാണ് ആ തിയറം പറയുന്നത്. D is equal to n into s plus k into t. So a raised to d equal to a raised to n into s plus k into t എന്ന് എഴുതാം. Equal to split ചെയ്യുന്നു a raised to ns into a raised to kt equal to a raised to n the whole raised to n into a raised to k the whole raised to t equal to e raised to n ഐഡന്റിറ്റി ആണ്, കാരണം a യുടെ ഓർഡർ n ആണ്. e into a raised to k the whole raised to t equal to a raised to k the whole raised to t. അപ്പൊ a raised to k യുടെ ഒരു പവർ ആയിട്ട് എഴുതി. അതെല്ലാം എവിടെ വരും? a raised to k കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിനകത്ത് വരും. ബിലോങ്സ് ടു സൈക്ലിക് ജനറേറ്റ് ബൈ a raised to k. അപ്പൊ a raised to d എന്ന് പറയുന്നത് a raised to k കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ വരുമെന്ന് കിട്ടി. ദിസ് പ്രൂവ്സ് ദാറ്റ് അപ്പൊ a raised to d a raised to k കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ വരുമെങ്കിൽ a raised to d കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഈസ് എ സബ്സെറ്റ് ഓഫ് സൈക്ലിക് ജനറേറ്റ് ബൈ a raised to k. കാരണം a raised to d ഈ ഗ്രൂപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ a raised to d യുടെ എല്ലാ പവറും അവിടെ വരും. എന്ന് പറഞ്ഞാൽ ആ a raised to d കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എൻറ്റയർ ഗ്രൂപ്പ് തന്നെ ഇതിന്റെ ഒരു സബ്സെറ്റ് ആവും, കാരണം ക്ലോഷർ പ്രോപ്പർട്ടി. Therefore അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാണിച്ചു. തൊട്ട് മുമ്പ് a raised to k യുടെ സബ്സെറ്റ് ഓഫ് a raised to d എന്ന് കാണിച്ചു, ഇപ്പോ a raised to d സബ്സെറ്റ് ഓഫ് a raised to k എന്ന് കാണിച്ചു. അപ്പൊ a raised to k യുടെ ഗ്രൂപ്പും a raised to d യുടെ ഗ്രൂപ്പും സെയിം ആണ്. d എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു GCDF n, k ആണ്. അപ്പൊ therefore a raised to k യുടെ ഗ്രൂപ്പ് ഈക്വൽ ടു a raised to GCDF n, k. നെക്സ്റ്റ് ഇനി ഇതിന്റെ ഓർഡറിന്റെയും കൂടെ കാണിക്കണം. We prove the second part of the theorem by showing first that order of a raised to d is equal to n by d. അപ്പം നമ്മൾ ആദ്യം കാണിക്കുന്നത്, അപ്പം നമുക്ക് GCD വെച്ചിട്ടാണ് ഇത് കാണിക്കണ്ടേ. GCD സ്ഥാനത്ത് ഒരു നമ്പർ d എന്ന് എടുക്കുന്നു. d ഒരു നമ്പർ ആണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ a യുടെ ഓർഡർ n ആണെങ്കിൽ ഓർഡർ ഓഫ് a raised to d എന്ന് പറഞ്ഞാൽ n by d ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, a യുടെ ഓർഡർ n ആണെങ്കിൽ a യുടെ ഒരു പവർ ആയ a raised to d യുടെ ഓർഡർ n by d ആയിരിക്കും. ഇതാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. We prove the second part of the theorem by showing first that order of a raised to d is equal to n by d for any divisor d of n. d ഒരു ഡിവൈസർ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ക്ലിയർലി a raised to d ക്ക് നമ്മൾ n by d എന്ന് പറയുന്ന ഒരു പവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? d ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ a raised to n ഒരു ഐഡന്റിറ്റി എന്ന് കിട്ടുമല്ലോ. അപ്പൊ a raised to d എന്ന് പറയുന്ന എലമെന്റിന്റെ n by d പവർ എടുത്തപ്പോൾ നമുക്ക് ഐഡന്റിറ്റി കിട്ടി. അപ്പോ അതിന്റെ അർത്ഥം a raised to d യുടെ ഓർഡർ n by d ആണെന്നല്ല. ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഐഡന്റിറ്റി തരുന്ന ഏറ്റവും ചെറിയ ആളാണ്. അപ്പൊ ഇവിടെ n by d പവർ എടുത്തപ്പോൾ ഐഡന്റിറ്റി കിട്ടിയെങ്കിൽ ഓർഡർ ഒന്നെങ്കിൽ n by d അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. ഓർഡർ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ആയതുകൊണ്ട് ഓർഡർ ഓഫ് a raised to d ലെസ് ദാൻ or equal to n by d നമുക്ക് പറയാം. On the other hand, if I is a positive integer less than n by d, ഇനി I എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇന്റിജർ ആണെന്ന് വിചാരിക്കുക.
n by d നെക്കാളും ചെറിയൊരു പവർ ഇതിന് വരുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. a raised to d ക്ക് n by d നെക്കാളും ചെറിയൊരു പവർ ഉണ്ടാവുമോ, ഐഡന്റിറ്റി തരുന്ന ഒരു പവർ ഉണ്ടാവുമോ നോക്കുകയാണ്. pi be a positive integer less than n by d. അങ്ങനെയാണെങ്കിൽ a raised to d the whole raised to i ഐഡന്റിറ്റി ആകാൻ പറ്റത്തില്ല. കാരണം ഓർഡർ ഓഫ് a എന്ന് പറഞ്ഞാൽ n ആണ്. അപ്പൊ ഈ i into d ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് n നെക്കാളും ചെറിയൊരാളാണ്. കാരണം d into n by d എന്ന് പറഞ്ഞാൽ n ആണ്. n by d നെക്കാളും ചെറിയൊരു ആളാണ് ഈ i എന്ന് പറയുന്നത്. അപ്പൊ i കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ a raised to d the whole raised to i എന്ന് പറഞ്ഞാൽ a raised to n നെക്കാളും ചെറിയൊരു നമ്പറാണ്. അതിനൊരിക്കലും ഐഡന്റിറ്റി ആവാൻ പറ്റത്തില്ല. അതുകൊണ്ട് a raised to d ക്ക് ഐഡന്റിറ്റി തരുന്ന ഏറ്റവും ചെറിയ പവർ ഈ n by d തന്നെയാണ്. അതിലും താഴെയുള്ള ആൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. We now apply this fact with d is equal to gcd of n, k. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് d എന്ന് പറയുന്നത് n ന്റെ ഒരു ഡിവൈസർ ആണെങ്കിൽ ഈ റിസൾട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി d യുടെ സ്ഥാനത്ത് gcd of n, k. gcd of n, k n ന്റെ ഡിവൈസർ ആണോ? ആണ്. കാരണം gcd എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് n ആൻഡ് k ആണ്. അപ്പൊ ഇൻ പർട്ടിക്കുലർ അത് n ന്റെ ഒരു ഡിവൈസർ തന്നെ ആണല്ലോ. അപ്പൊ d ആയിട്ട് നമ്മൾ ഈ gcd എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിസൾട്ട് ട്രൂ ആണ്. അപ്പോൾ ഓർഡർ ഓഫ് a raised to k ഈക്വൽ ടു ഓർഡർ ഓഫ് സൈക്ലിക് ജനറേറ്റഡ് ബൈ a raised to k ആണ്. അത് നമ്മൾ ആദ്യമേ പ്രൂവ് ചെയ്തു. കൊറോളറിയിലാണ്, തൊട്ടു മുമ്പ് പഠിച്ച കൊറോളറിയിൽ പഠിച്ച കാര്യമാണ് ഇത്. ഈക്വൽ ടു ഓർഡർ ഓഫ് സൈക്ലിക് ജനറേറ്റഡ് ബൈ gcd ഓഫ് n, k. അത് നമ്മളിപ്പം തൊട്ടു മുമ്പ് കാണിച്ചതാണ്. ഈക്വൽ ടു ഇനി ആ കൊറോളറിയിൽ പറഞ്ഞ കാര്യം വീണ്ടും ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ ഓർഡർ ഓഫ് a raised to gcd of n, k എന്ന് കിട്ടും. ഈക്വൽ ടു ഓർഡർ ഓഫ് a raised to gcd of n, k എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പ് എന്താ നമ്മൾ a raised to d ഇടത് n by d ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ n by gcd of n, k എന്ന് കിട്ടും. ഇത് എത്ര ഉണ്ടായിരുന്നുള്ളൂ പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? അപ്പോ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ സ്വന്തം പേര് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് എക്സിറ്റ് ആവുക.